ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ നഗരങ്ങളിൽ വിവിധയിടങ്ങളിലായി പരിശോധനകൾ നടന്നു. തീവ്രവാദ ബന്ധമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം പരിശോധനകൾ നടക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷ തന്നെയാണ് ദക്ഷിണേന്ത്യൻ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും പലയിടങ്ങളിലും തുടരുന്നുണ്ട്. ബംഗളൂരുവിൽ മെട്രോ സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമേ യാത്രക്കാരെ അകത്തേക്ക് കയറ്റിവിടുന്നുള്ളൂ. ലഗേജുകളെല്ലാം പൂർണ്ണമായും സ്കാനിങ്ങിന് വിധേയമാക്കി മാത്രമേ കടത്തിവിടുന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതുപോലെ വിധാൻ സൗധ, മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും വസതികൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാന മാർക്കറ്റുകളിലും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഹൈദരാബാദ് നഗരത്തിൽ മുൻപ് തീവ്രവാദ ബന്ധമുള്ള ആളുകളെയെല്ലാം തന്നെ, എല്ലാവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. ചാർമിനാറിന് സമീപം ശക്തമായിട്ടുള്ള പരിശോധന നടക്കുന്നു. പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ, അതുപോലെ ഗവൺമെൻറ് ഓഫീസുകൾ എന്നിവിടങ്ങളിലൊക്കെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പരിശോധന, ഹൈദരാബാദ് പോലീസിൻ്റെയും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെയും പരിശോധന നടക്കുന്നുണ്ട്. ചെന്നൈയിലും സമാന രീതിയിലുള്ള റെയ്ഡുകൾ തന്നെ പലയിടത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തായി ഇങ്ങനെ തീവ്രവാദ ബന്ധമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലേതായാലും സംശയാസ്പദമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ബംഗളൂരു നഗരത്തിൽ മുൻപ് സ്ഫോടനമുണ്ടായ രാമേശ്വരം കഫേയിൽ സുരക്ഷ, ബ്രൂക്ക്ഫീൽഡിലുള്ള രാമേശ്വരം കഫേയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ISIS ബന്ധമുള്ള നിരവധി ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ചോദ്യം ചെയ്യും. ഇവരിൽ നിന്നെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമെന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. ഏതായാലും ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. നമ്മുടെ നാട്ടിലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഉള്ളത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപക പരിശോധനകൾ നടക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം CCTV പരിശോധനകൾ കർശനമാക്കണമെന്നും അത് നിരീക്ഷിക്കപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. ഡൽഹിയിൽ സ്ഫോടനമുണ്ടായെന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലും വ്യാപകമായി തന്നെയുള്ള പരിശോധനകൾ നടന്നിരുന്നു. ഇന്ന് രാവിലെയും പരിശോധനകൾക്ക് യാതൊരു കുറവുമില്ല. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയ എല്ലായിടങ്ങളിലും വ്യാപകമായി പരിശോധന നടക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തുന്ന ആളുകളുടെ ബാഗുകളടക്കം പരിശോധിച്ച ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. റെയിൽവേ സ്റ്റേഷനുകളും സംശയാസ്പദമായി തോന്നുന്ന ആളുകളെ വിശദമായി പരിശോധിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. നഗരങ്ങളിൽ വ്യാപകമായ പെട്രോളിംഗും നടക്കുന്നുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി രാവിലെ 10:30 ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ആരംഭിച്ചത്. RPFന് പുറമെ കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വ്യാപകമായി തിരച്ചിൽ നടത്തി. ഒപ്പം തന്നെ ക്ലോക്ക് റൂമിൽ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തടക്കം വ്യാപകമായ രീതിയിൽ തിരച്ചിൽ നടത്തി. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വിദേശ വിനോദസഞ്ചാരികളടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടി ആയതുകൊണ്ടാണ് വ്യാപകമായ രീതിയിൽ ആലപ്പുഴയിൽ തിരച്ചിൽ നടത്തിയത്. ഇടുക്കിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിവിധ ഇടങ്ങളിൽ പരിശോധനകൾ നടന്നു. തൊടുപുഴയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, മങ്ങാട്ടുകവല എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. പരിശോധനയിൽ സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളത്തും ഇന്നിപ്പോൾ വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്. റെയിൽവേ പോലീസ്, അതുപോലെ പോലീസ് എന്നിവരുടെ സംയുക്തമായിട്ടുള്ള പരിശോധനകൾ പൊതുജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലുണ്ട്. പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഒരു പരിശോധന നടക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഈ സുരക്ഷാ പരിശോധന തുടരാനാണ് തീരുമാനം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലും സുരക്ഷാ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്തമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി വരികയാണ്.
ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വയനാട്ടിലും പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. വയനാട്ടിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കലക്ടറേറ്റ്, ആശുപത്രികൾ, മറ്റ് പൊതുസ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയായ പശ്ചാത്തലത്തിലാണ് പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ഡൽഹി കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. പ്രധാനമായും KSRTC ബസ് സ്റ്റാൻഡുകൾ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയിടത്താണ് പരിശോധനയുള്ളത്. ഈ പരിശോധനകൾ രാത്രി വരെ തുടരുകയും ചെയ്യും. വിവിധ ബ്യൂറോകൾക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.